ഹലോ ഫ്രണ്ട്സ്, നാളെ നടക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇടുന്നത്. അപ്പോൾ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കുക, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പേ നമ്മൾ ഒരു ഷുവർ ഷോട്ട് കറണ്ട് അഫയറിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ന്യൂ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ കറണ്ട് അഫയർ ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 20 മാർക്കും ലഭിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ കറണ്ട് അഫയർ ടോപ്പിക്സും നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാക്സിമം ആ പ്ലേലിസ്റ്റ് കയറി കാണാൻ ശ്രമിക്കുക. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? വി നാരായണനാണ് കേട്ടോ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. അപ്പോൾ ISRO ചെയർമാൻ വി നാരായണൻ. അതുപോലെ തന്നെ DRDOയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സമീർ വി കമ്മത്താണ് കേട്ടോ. സമീർ വി കമ്മത്താണ്. അതുപോലെ തന്നെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അജിത് കുമാർ മൊഹന്തി കേട്ടോ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തി കേട്ടോ. അപ്പോൾ നിങ്ങളിത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് റിവിഷൻ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ 24x7 ധാന്യ ATM ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ 24x7 ധാന്യ ATM ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ക്ലിയർ ആണേ? അടുത്തത്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി ഏതാണ്? ബ്ലൈൻഡ് സൈറ്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി ഏതാണ്? ബ്ലൈൻഡ് സൈറ്റ് കേട്ടോ. ക്ലിയർ ആണ്? അടുത്തത്, ഡെങ്കിപ്പനിക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? ഡെങ്കി ഓൾ ആണ് കേട്ടോ. ഡെങ്കി ഓൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണം. ഡെങ്കിപ്പനിക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? ഡെങ്കി ഓൾ ആണ്. അതുപോലെ തന്നെ ഡെങ്കി ഓൾ നിർമ്മിച്ച കമ്പനിയുടെ പേരാണ് പനേസിയ ബയോടെക് ആണ് ഡെങ്കി ഓൾ എന്ന് പറഞ്ഞ ഡെങ്കിപ്പനിക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിച്ചത് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റും ഓപ്പൺ എയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടർ ഏതാണ്? സ്റ്റാർഗേറ്റ് കേട്ടോ. അപ്പോൾ എന്താണ്? മൈക്രോസോഫ്റ്റും ഓപ്പൺ എയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? സ്റ്റാർഗേറ്റ്. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് കേട്ടോ. അപ്പോൾ നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. അലക്സാണ്ടർ തോമസ് ആണ്. അതുപോലെ തന്നെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജാംദാർ ആണ്. നമ്മൾ പഠിച്ചാണ്. നിതിൻ ജാംദാർ ആണ്. അതുപോലെ തന്നെ നിലവിലെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര ആർലേക്കർ ആണ്. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? 50ാമത് എ ജെ തിലക്കാണ്. അതുപോലെ തന്നെ കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി ഹരിനായർ ആണ് കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹം ഏതാണ്? പ്രോബ 3 ആണ്. അപ്പോൾ എന്താണ്? കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹം ഏതാണ്? പ്രോബ 3 ആണ്. പ്രോബ 3യെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ പ്രോബ 3 വിക്ഷേപിച്ചതെന്നാണ് 2024 ഡിസംബർ 5-നാണ് പ്രോബ 3 വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-59 ആണ്. PSLV C-59 ആണ് പ്രോബ 3യുടെ വിക്ഷേപണ വാഹനമായിട്ട് വന്നത്. പ്രോബ 3 എന്തിനു വേണ്ടിയാണ് അയച്ചത്? ആ പ്രോബ 3യിൽ 2 പേടകങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഒരു ലക്ഷ്യം അതാണ്. 2 പേടകങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം വരുന്നത് കേട്ടോ. അപ്പം അത് സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് വിക്ഷേപിച്ച സ്ഥലം നമുക്കറിയാം, ശ്രീഹരിക്കോട്ടയാണ് വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ വിക്ഷേപണ വാഹനം PSLV C-59 ആണ്. C-59 ആണ് വരുന്നത്. അതുപോലെ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ഒരു ക്വസ്റ്റ്യനോടാണ്. പ്രോബ 3യിലെ 2 ഉപഗ്രഹങ്ങളുടെ പേരെന്തൊക്കെയാണ്? 2 ഉപഗ്രഹങ്ങളുടെ പേരെന്തൊക്കെയാണ്? ഒക്യുൾട്ടറും കൊറോണോഗ്രാഫും. അതുകൂടെ നോട്ട് ചെയ്ത് വെക്കണേ. അടുത്ത ചോദ്യം, രാജ്യാന്തര സൈബർ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നതിനായി CBI ആരംഭിച്ച പ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ ചക്ര കേട്ടോ. നോട്ട് ചെയ്തോണേ. രാജ്യാന്തര സൈബർ കുറ്റകൃത്യ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനായി CBI ആരംഭിച്ച പ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ ചക്ര. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുവാൻ ബാലസഭയിലെ കുട്ടികളെ സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതിയാണ് സജ്ജം. നമ്മൾ കേട്ടിട്ടില്ലേ? സജ്ജമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രിക്കോഷൻ എടുക്കുക, സജ്ജമാക്കി വെക്കുക. അതുപോലെ തന്നെ അതേ വെച്ച് കണക്ട് ചെയ്തോണം. പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ബാലസഭയിലെ കുട്ടികളെ
സജ്ജരാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതിയാണ് സജ്ജം പദ്ധതി. ക്ലിയർ ആണ്. അടുത്തത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽകൃത സമൂഹത്തിലുള്ളവർക്കായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി. അപ്പോൾ പ്രത്യാശ പദ്ധതി എന്താണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽകൃത സമൂഹത്തിലുള്ളവർക്കായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി. പ്രത്യാശ പദ്ധതി. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിനിറ്റ്. ഏത് രാജ്യത്തെ ഗവൺമെൻറ് ആണ് അടുത്തിടെ അവാമി ലീഗ് എന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ചത്? ബംഗ്ലാദേശാണ് കേട്ടോ. ബംഗ്ലാദേശിലെ ഒരു പാർട്ടിയാണ് അവാമി ലീഗ് കേട്ടോ. അപ്പോൾ എന്താണ്? ഏത് രാജ്യത്തെ ഗവൺമെൻറ് ആണ് അടുത്തിടെ അവാമി ലീഗ് എന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ചത്? ബംഗ്ലാദേശാണ് കേട്ടോ. അതോടെ ഓർത്ത് വെക്കണേ. അടുത്തത് ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ച് വിജയകരമായി വിക്ഷേപിച്ച പുതിയ പ്രതിരോധ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. നോട്ട് ചെയ്തോണേ. ഭാർഗവാസ്ത്ര ഡ്രോണുകളാണ്. അപ്പോൾ നോട്ട് ചെയ്തോണം. ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ച് വിജയകരമായി വിക്ഷേപിച്ച പുതിയ പ്രതിരോധ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ക്ലിയർ ആണ്. ഭാർഗവാസ്ത്ര ക്ലിയർ ആണ്. അതുപോലെ തന്നെ 59ാം ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? വിനോദ് കുമാർ ശുക്ല കേട്ടോ. വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി സാഹിത്യകാരനാണ്. ഹിന്ദി. അടുത്തത് യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. 2025 97ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച സംവിധാനമുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സീൻ ബേക്കറാണ് കേട്ടോ. അപ്പോൾ 97ാമത് ഓസ്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഓസ്കാർ. 97ാമത് ഓസ്കാറിലെ മികച്ച സംവിധായകനാരാണ്? സീൻ ബേക്കർ. ചിത്രം ഏതാണ്? അനോറയാണ്. അപ്പോൾ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്ത ആരെയായിരുന്നു നമ്മൾ പഠിച്ചതാണ്? അഡ്രിയാൻ ബോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. അതുപോലെ തന്നെ മികച്ച നടി മിക്കി മാഡിസൺ, ചിത്രം അനോറയാണ്. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതും അനോറയാണ്. അപ്പോൾ ഓസ്കാർ അവാർഡിൻ്റെ ക്ലാസ് ഒന്ന് പോയി കാണുക. നമ്മുടെ പഠിക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പോയി കാണുക. നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അത് ക്ലാസ് എടുത്തിരിക്കുന്നത്. മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം. 2025 കോപ്പ വനിതാ ഫുട്ബോൾ കപ്പ് നേടിയതാരാണ്? ബ്രസീലാണ്. അപ്പോൾ അടുത്തിടെ നടന്ന 2025 കോപ്പ വനിതാ ഫുട്ബോൾ കപ്പ് നേടിയതാരാണ്? ബ്രസീലാണ്. വേദി എവിടെയാണ്? എക്വഡോറാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എക്വഡോറാണ് വേദി. അതുപോലെ തന്നെ 2025 കോപ്പ വനിതാ ഫുട്ബോൾ കപ്പ് നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രസീൽ എന്ന് പറയണം. കേരള ശാസ്ത്ര പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ആർക്കാണ്? എസ് സോമനാഥാണ്. എസ് സോമനാഥാണ് മുൻ ISRO ചെയർമാനാണ്. കേരള ശാസ്ത്ര പുരസ്കാരം അടുത്തിടെ ലഭിച്ച ആർക്കാണ്? എസ് സോമനാഥാണ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര ജില്ലകൾ ഉൾപ്പെടുന്നു? 100 ജില്ലകൾ ഉൾപ്പെടുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേന്ദ്ര ബജറ്റിൻ്റെ ഒരു ക്ലാസ് നമ്മൾ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അത് മാക്സിമം എല്ലാവരും ഒന്ന് പോയി കാണണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പോയി കാണണം. ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കേണ്ട ക്ലാസ്സുകളാണ്. നമ്മളെ പോയിന്റ്സുകൾ മാത്രം വെച്ചാണ് നമ്മുടെ ഓരോ കറണ്ട് അഫയർ ടോപ്പിക്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം കറണ്ട് അഫയേഴ്സ് ന്യൂ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അത് മാക്സിമം നാളത്തെ പരീക്ഷയ്ക്ക് വന്ന കൂട്ടുകാരെല്ലാം ഒന്ന് കണ്ടിട്ട് പോകണം. നിങ്ങൾക്ക് ഉപകാരപ്പെടും. 20 മാർക്കും ഷുവറായിട്ട് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ എന്താണ്? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര ജില്ലകൾ ഉൾപ്പെടുന്നു? 100 ജില്ലകൾ ഉൾപ്പെടുന്നു. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ച എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ? 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ച എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ? 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. 2025 ജൂലൈ 21 അദ്ദേഹം രാജിവെച്ചത് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ റിപ്പോ റേറ്റ് എത്രയാണ്? 5.50% ആണ് കേട്ടോ. നിലവിലെ റിപ്പോ റേറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ റിപ്പോ റേറ്റ് 5.50% ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? നിലവിലെ 3.35% ആണ് കേട്ടോ. 3.35% ആണ്. നോട്ട് ചെയ്തോണേ. നിലവിലെ റിപ്പോ റേറ്റ് 5.50%. അതുപോലെ തന്നെ നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? 3.35% ആണ്. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന് ശേഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന ഹോക്കി താരമാരാണ്? PR ശ്രീജേഷ് ആണ് കേട്ടോ. അപ്പോൾ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന് ശേഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യൻ ഹോക്കി താരമാരാണ്? PR ശ്രീജേഷ് ആണ്. നോട്ട് ചെയ്തോണേ. നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. BR ഗവായി ആണ്. അപ്പോൾ നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അപ്പം പദവികൾ കേരളത്തിലെയും ഇന്ത്യയിലും
നാളെ എല്ലാം നോക്കിയിട്ടൊന്ന് പോകണേ. അപ്പോൾ പരീക്ഷയ്ക്ക് അതിൽ നിന്നൊരു ചോദ്യം വരും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം എടുത്തു പറയുവാണെങ്കിൽ നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണറായിട്ടാണ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ് ഹിരാലാൽ സമരിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാറാണ്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പദവികൾ പഠിക്കാതെ നാളെ പോരുത്. നമ്മുടെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ ക്ലാസ് കയറി കാണുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും കേട്ടോ. അപ്പോൾ എന്താണ് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആർക്കൊക്കെയാണ്? വിക്ടർ ആംബ്രോസും ഗാരി റോവാക്കിനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് പഠിച്ചത്? വികാരി വൈദ്യൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. കോഡ് വെച്ചൊക്കെ പഠിച്ചതാണ്. നമ്മൾ 2024 നമ്മുടെ നോബൽ പ്രൈസിൻ്റെ ക്ലാസ്സൊക്കെ വളരെ രസകരമായിട്ടുള്ള കോഡുകൾ വെച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ 2024 സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യൻ വനിതയും 18ാമത് വനിതയും ആരാണ്? ഹാൻഗാങ് ആണ് കേട്ടോ. സൗത്ത് കൊറിയൻ സാഹിത്യകാരി ഹാൻഗാങ് ആണ് കേട്ടോ. അപ്പോൾ ഹാൻഗാങ്ങിൻ്റെ കൃതികളൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ദ വെജിറ്റേറിയൻ, വൈറ്റ് ബുക്ക്, ബേബി ബുദ്ധ, അതുപോലെ തന്നെ മംഗോളിയൻ മാർക്ക് എന്നിവയാണ് കൃതികൾ ഞാനൊന്നുകൂടെ പറയാം. ഹാൻഗാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ, വൈറ്റ് ബുക്ക്, ബേബി ബുദ്ധ, മംഗോളിയൻ മാർക്ക് കേട്ടോ. അപ്പോൾ 2024 സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ആർക്കാണ്? ഹാൻഗാങ്ങിനാണ് കേട്ടോ. സൗത്ത് കൊറിയൻ സാഹിത്യകാരി ഹാൻഗാങ്ങിനാണ്. ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയും അതുപോലെ തന്നെ 18ാമത്തെ വനിതയുമാണ്. ക്ലിയർ ആണ്? UN കാലാവസ്ഥാ ഉച്ചകോടി 2025 COP30യുടെ വേദി ഏതാണ്? ബെലേം, ബ്രസീലാണ് കേട്ടോ. ബ്രസീലിലെ ബെലേമിലാണ് COP30യുടെ വേദി. UN കാലാവസ്ഥാ ഉച്ചകോടി 2025ൻ്റെ വേദി. അപ്പോൾ 2024 COP29യുടെ വേദി ഏതായിരുന്നു? ബാക്കു, അസർബൈജാൻ. അതുപോലെ തന്നെ COP31 2026 വേദി ഏതാണ്? COP31ൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അഡലേഡ്, ആസ്ട്രേലിയ. അടുത്തത് 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? രജിൻ രവീന്ദ്ര, ന്യൂസിലാൻഡ്. അപ്പോൾ ന്യൂസിലാൻഡുകാരനായ രജിൻ രവീന്ദ്രയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് രജിൻ രവീന്ദ്രയാണ്. അപ്പോൾ ടൂർണമെൻറ്റ് എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ എവിടേക്കാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റ് 2025 വേദി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനും യു എ യുമാണ് നടന്നത് കേട്ടോ. അപ്പോൾ ജേതാക്കൾ നമുക്കറിയാമല്ലോ. നമ്മുടെ ഇന്ത്യയാണ് ജേതാക്കളായിട്ട് വന്നത്. ന്യൂസിലാൻഡിനെ തോപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത്. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം മാക്സിമം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ 2029 ചാമ്പ്യൻസ് ട്രോഫി വേദി ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ 2029 ഇനി നടക്കാൻ പോകുന്ന 2029 ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് കേട്ടോ. അതോടെ ഒന്ന് നോട്ട് ചെയ്തോണേ. കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രോസസ്സർ ഏതാണ്? കൈരളിയാണ് കേട്ടോ. അപ്പം പഠിച്ചോണേ. കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രോസസ്സർ ഏതാണ്? കൈരളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വെള്ളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ആണ് കേട്ടോ. അപ്പോൾ 2025 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏത് ഗ്രാമപഞ്ചായത്താണ്? വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ക്ലിയർ ആണ്? ഉല്ലാസ് പദ്ധതിയുടെ കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ് കേട്ടോ. അപ്പോൾ ഉല്ലാസ് പദ്ധതി ഏത് പദ്ധതിയാണെന്ന് ചോദിക്കും. ഉല്ലാസ് പദ്ധതിയുടെ കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. മേഘാലയയിൽ നിന്ന് ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച പട്ട് ഇനം ഏതാണ്? റിനഡിയ സിൽക്കാണ്. അപ്പോൾ മേഘാലയയിൽ നിന്ന് ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച പട്ടിനം ഏതാണെന്ന് ചോദിച്ചാൽ റിനഡിയ സിൽക്ക് കേട്ടോ. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്ത് തന്നെ അടുത്തിടെ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വസ്തു ഏതാണ്? കണ്ണാടിപ്പായാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. അടുത്തിടെ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വസ്തു ഏതാണ്? കണ്ണാടിപ്പായാണ്. അതുപോലെ തന്നെ കണ്ണാടിപ്പായ ആദ്യ ആദിവാസി ഉൽപ്പന്നമാണ് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള കൈകൊണ്ട് നിർമ്മിക്കുന്ന ആദ്യ ഉൽപ്പന്നം കൂടിയാണ്. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിൽ നിന്ന് കൈകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ വസ്തു കൂടിയാണ് ഈ കണ്ണാടിപ്പായ കേട്ടോ. കണ്ണാടിപ്പായ ആദ്യ ആദിവാസി ഉൽപ്പന്നത്തോടാണ് വരുന്നത്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കണ്ണാടിപ്പായെക്കുറിച്ച് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. നോട്ട് ചെയ്തോണേ, പഠിച്ചോണേ. ഉത്തരാഖണ്ഡ്. 2025
2025 ISRO ഏത് വർഷമായിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചത്? ഗഗൻയാൻ വർഷം. 2025 ISRO ഏത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചത്? ഗഗൻയാൻ വർഷം മറക്കരുത്. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസന പുരസ്കാര ജേതാവായിട്ട് വന്നത്. അതുപോലെ തന്നെ 2024-25 കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങളുടെ ഒരു കറണ്ട് അഫെയർ പുരസ്കാരങ്ങൾ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കണം. കംപ്ലീറ്റ് പുരസ്കാരവും അതിനകത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് ഏതാണ്? അഗ്നിബാൻ ആണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് ഏതാണ്? അഗ്നിബാൻ ആണ്. ISROയുടെ പുനരുപയോഗിക്കാനാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പക്. ISROയുടെ പുനരുപയോഗിക്കാനാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പക്. മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറാണ്. മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഷുവർ ഷോട്ട് പ്രധാനപ്പെട്ട ക്ലാസ് നമ്മൾ എടുത്തത്. ചോദിക്കാൻ സാധ്യതയേറിയ ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുത്തത്. ഇതിനു മുമ്പേ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർ സീരീസ് എന്ന് പറഞ്ഞൊരു കറണ്ട് അഫെയർ സീരീസ് ന്യൂ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിന് കാരണം അതിലുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കാണാത്തതും പഠിക്കാത്തതും ഒക്കെ അതായത് എല്ലാ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് 20ൽ 20 മാർക്കും അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കറണ്ട് അഫെയറിന് ടോപ്പിക്കിൽ നിന്ന്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യാനോടെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈപ്പോടെ ചെയ്യുക. അതുപോലെ തന്നെ നാളത്തെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല രീതിയിൽ കറണ്ട് അഫെയർ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കറണ്ട് അഫെയർ ടോപ്പിക്സിലെ എല്ലാ ചോദ്യങ്ങളും വരട്ടെ. അപ്പോൾ നാളത്തെ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ നാളെ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. താങ്ക് യു.